വരുമ്പോഴൊക്കെ ഇടങ്ങഴി അരി വീതം ഈ കിണറ്റിൽ കൊണ്ട് വെതറിയാലേ മുത്തച്ഛൻ പട്ടിണിയായി പോവും. കിണറ്റിലെ മീനിന് തിന്നാനുള്ളതൊക്കെ അതിൽ തന്നെയുണ്ട്. നമ്മളായിട്ടൊന്നും കൊടുക്കണ്ട. ഇതാ മീനിന് കൊടുക്കുന്ന ഭക്ഷണത്തെ പറ്റി ടിവിയിൽ പറയണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടിൽ ചില്ലുകൂട്ടിലിട്ട് വളർത്തുന്ന മീനുകൾക്ക്. നീ ഇങ്ങനെ പൂച്ചയുടെയും പ്രാണിയുടെയും പക്ഷിയുടെയും ഒക്കെ പുറകെ പോണത് ഞാൻ കാരണമാണെന്നാ നിന്റെ അച്ഛൻ്റെ പരാതി. നല്ല മിടുക്കിക്കുട്ടിയാവണമെങ്കിൽ വെയിലും മഴയും മണ്ണും തട്ടാണ്ട് വളരണമെന്നാണ് അവൻ്റെ വിചാരം. ഇന്ന് അച്ഛൻ വന്ന് കയറുമ്പോൾ ഇനി അതും പറഞ്ഞോളൂ ചീത്തവിളി കേൾക്കണം. വൈകിട്ട് കൃത്യം 5 മണിക്ക് ചെറുമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ചേരുന്ന പൊതുയോഗത്തിൽ വെച്ച് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി സൗജന്യ തയ്യൽ മെഷീൻ വിതരണം നടക്കുന്നതാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മാണിക്കോത്ത് അജയചന്ദ്രൻ നായരാണ്. നിരാലംബരായ 15 സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ സൗജന്യമായി നൽകിക്കൊണ്ട് പൊതുകാര്യ പ്രശസ്തനും പ്രമുഖനുമായ ശ്രീ മാണിക്കോത്ത് അജയചന്ദ്രൻ. മോൻ വരുമ്പോ നാട്ടിലുള്ള പെൺകുട്ടികളൊക്കെ തുന്നക്കാരികളാവല്ലോ നേരെ. വരവറിയിക്കാൻ ഇങ്ങനെ ചിലതൊക്കെ കാണിച്ചു കൂട്ടണ്ട എന്റെ ദേവസി. അവനിപ്പോ വലിയ പണക്കാരനായില്ലടോ. ഇനി നാളെ സ്കൂളിൽ ചെല്ലുമ്പോ പൗരപ്രമുഖന്റെ മോളെ നാക്കുട്ടികളെ വിളിക്കാൻ പോണത്. കാശ് കൂടുമ്പോ വെളിവില്ലാണ്ടാവണത് ഒരു നാട്ടു നടപ്പാടി. ആ സൂക്കേടിപ്പം നിന്റെ അച്ഛനുമായി. അച്യുതൻ നായരെ, അച്ഛനെ തൊട്ടുള്ള കളി വേണ്ടാട്ടോ. നീ പോടി. എന്റെ മോനെ ചീത്ത പറയാൻ നിന്റെ അനുവാദം വേണോ എനിക്ക്? പതുക്കെ പതുക്കെ സൂക്ഷിച്ചു പോണേ. നീ എത്ര സ്പീഡിൽ വണ്ടി വായിച്ചാലും 5 മണിക്ക് മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ എത്താൻ പോണില്ല. കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങേണ്ട വിമാനം തിരുവനന്തപുരത്തല്ലേ പോയി ലാൻഡ് ചെയ്തത്. നിക്ക്, രശ്മിയേച്ചി ഒന്നും പറഞ്ഞില്ല. നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങേണ്ട വിമാനം തിരുവനന്തപുരത്ത് പോയി ലാൻഡ് ചെയ്തതിന് ഞാൻ എന്ത് പറയാനാ? അതല്ല ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. അജയേട്ടന് പകരം രശ്മിയേച്ചി വന്ന തയ്യൽ മെഷീൻ വിതരണം ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തന്നാൽ. ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞു. അജയേട്ടന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇല്ലെങ്കിൽ മോശമാണെന്ന് പഞ്ചായത്തിൽ ഞാൻ നിർബന്ധിച്ചിട്ടാ ചേച്ചിയെ വിളിക്കാൻ തീരുമാനമായത്. ഞാനോ? നടക്കുന്ന കാര്യം വല്ലതും പറ രമേശ. ഷേ, അതിലെന്താ കുഴപ്പം? 1ഉം 2ഉം അല്ലല്ലോ, 15 നിരാലംബരായ സ്ത്രീകളല്ലേ അജയേട്ടൻ രക്ഷപ്പെടുത്തുന്നത്. അതിനായിരുന്നെങ്കിൽ പൊതുയോഗം നടത്തി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് നടക്കേണ്ട കാര്യം എന്താ? നേരിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് രക്ഷപ്പെടുത്തിയാ പോരെ. അജയേട്ടൻ ജനസമ്മതിയുള്ള ഒരാളാവുന്നത് തെറ്റല്ലല്ലോ. എന്നിട്ട് എന്തിനാ ഇലക്ഷന് നിൽക്കാൻ പോകുന്നുണ്ടോ? ഈശ്വര, ഈ വണ്ടി ഇവിടെ എത്തിയോ? അത് ശരി. പെങ്ങള് ബസ്സിൽ കോളേജിൽ പോവുക, മോള് സൈക്കിളിൽ സ്കൂളിൽ പോവുക. അല്ല രശ്മിയേച്ചി, നമ്മുടെ അജയേട്ടന്റെ വില നില നമ്മൾ നോക്കണ്ടേ? ഒരു കാറല്ലേ ഇവിടെ പൊതിച്ചു മുടി കിടക്കണത്? ഒരു ഡ്രൈവർ വെക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. 1-2 കിലോമീറ്റർ പോവാൻ സൈക്കിള് തന്നെ ധാരാളാ. നടന്നു പോയാൽ മതി എന്നാ ഞാൻ ഇവളോട് പറയാം. എന്താ രമേശൻ ചെല്ല്. എടത്തി, വിശന്നിട്ട് വയ്യ. എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? എനിക്കൊന്നും വേണ്ടാമേ. ഞാൻ മുത്തച്ഛന്റെ വീട്ടിൽ നിന്ന് കൊറേ ചക്ക തിന്നു. എന്നിട്ടൊരു ഇത്തിരി ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നില്ലേ എടത്തി? മുഴുവൻ ഒറ്റയ്ക്ക് തിന്നു. ചക്ക വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാട്ടാ. എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. രമേശൻ പോയെ, ചെന്ന് വേറെ ആളെ നോക്കും. രശ്മിയേച്ചി, തയ്യൽ മെഷീൻ ആയതുകൊണ്ടാ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച്. ഒന്നും ആലോചിക്കാനില്ല. നാട്ടിൽ വന്ന എപ്പോഴും വാല് പോലെ കൂടെയുള്ള ആളല്ലേ രമേശൻ. നീ തന്നെ അങ്ങ് ഉദ്ഘാടിക്ക്. അല്ല, അതെ, ഞാൻ പറ്റുമോ? ബെസ്റ്റ്. ഉദ്ഘാടിക്കാൻ പറ്റിയ പാർട്ടി. നമുക്കേ അജയേട്ടന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയാലോ? അച്യുതൻ നായരത്തെ ഓ, ഈ കാര്യം പറഞ്ഞ ചെന്നാ തീർന്ന്. ഹലോ അജയേട്ടാ, എവിടെ എത്തി? യോഗ ആരംഭിക്കാൻ പോണുള്ളൂ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് എത്തും. ദീപ രവീന്ദ്രൻ സാർ അധ്യക്ഷ പ്രസംഗത്തിൽ അജയേട്ടനെ കുറിച്ച് പിന്നെ പറയാതിരിക്കോ? ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ, അതേറ്റു. എന്താ അജയേട്ടനെ അറിയേണ്ടതേ, ദീപ രവീന്ദ്രൻ സാർ ആളെപ്പറ്റി 4 വാക്ക് നല്ലത് പറയില്ലെന്നാണ്. പഴയ ലൈനല്ലേ. പഞ്ചായത്തിനെ ഒരു അധികാര സ്ഥാപനമായി ഞാൻ കാണുന്നില്ല. അത് ജനങ്ങൾക്ക് തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന ഒരു തുറന്ന ഭരണകേന്ദ്രമാണിത്. ചെറുമംഗലം പഞ്ചായത്തിലെ ഒരാൾക്കും ഒരു ഉദ്യോഗസ്ഥന്റെയും അനാസ്ഥ കൊണ്ട് ഒരു തന്റെ ഭാര്യയായതുകൊണ്ട് പറയല്ല രവീന്ദ്ര, ഇത്രയും ചുറുചുറുക്കുള്ള ഒരു പ്രസിഡന്റ് ഈ പഞ്ചായത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇല്ലേ? ഒരു പ്രശ്ന പരിഹാര സമിതിയെ താനെന്താടോ മുള്ളുമ്പിൽ നിൽക്കുന്നത്? ഇപ്പൊ തന്നെ മണി 5 ആയി കുറിപ്പേട്ട. ഈ പരിപാടിയും കഴിഞ്ഞ് ഇവിടെ ഒന്ന് ഫ്രീ ആയിട്ട് വേണം മോളെയും കൊണ്ട് കലോത്സവത്തിന് പോവാൻ. 8 മണിക്ക് ട്രെയിൻ പുറപ്പെടുമ്പോ എത്തണ്ടേ? ഇത്തവണ മോള് കലാതിലകാവോ രവീന്ദ്ര? നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ കലാവാസന പ്രോത്സാഹിപ്പിക്കാൻ ചെറിയ തോതിലൊരു കലാമണ്ഡലം ഇവിടെ തുടങ്ങാൻ അജയേന്ദ്രൻ നായരോട് പറയണം. അപ്പൊ പിന്നെ രവീന്ദ്രൻ നായരുടെ മോൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ദൂരെ പോണ്ടല്ലോ. അതിനു മുന്നോടിയായാണ് ഈ തയ്യൽ മെഷീൻ വിതരണം. പഞ്ചായത്തിലേക്ക് ഇവ സമ്മാനിച്ച ശ്രീ മാണിക്കോത്ത് അജയചന്ദ്രൻ നായർക്ക് നന്ദി പറയുന്നതിനായി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇനിയും എന്താണ് ഒരു ക്രാവിയ നോട്ടം? പരിപാടി തുടങ്ങിയ ശ്രീ അജയചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യേണ്ട ഈ പ്രോഗ്രാം അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അജയേട്ടൻ തന്നെ ഉദ്ഘാടനം ചെയ്യും. സമയമാകുമ്പോ വിളിക്കാൻ പറഞ്ഞിരിക്കുക. അജയേട്ടൻ ഫോണിൽ കൂടി ഉദ്ഘാടനം ചെയ്യും.
എന്തായി രമേശ, ഉദ്ഘാടനത്തിനുള്ള സമയമായ? സ്പീക്കർ ഫോണിൽ ഇടാൻ പോവാ. ആണാ? എങ്കിലേ എന്നെ ഒന്ന് ക്ഷണിക്കാൻ പറ. പറയാ എടാ പ്രസിഡന്റ് മാഡത്തിനോട് എന്നെ ഒന്ന് ക്ഷണിക്കാൻ പറയടാ. പറയാ. ഐ, ഇതെന്താ ഒരു താമസം? താമസില്ല, ഒന്ന് പറഞ്ഞോ. ചെറുമംഗലം പഞ്ചായത്തിലെ 15 സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകൾ സമ്മാനിച്ച ശ്രീ അജയചന്ദ്രൻ നായർക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് അത് ഫോണിലൂടെ നിർവഹിക്കും. അതിനായി അദ്ദേഹത്തിന്റെ സുഹൃത്തും 7ാം വാർഡ് മെമ്പറുമായ രമേശിനെ ഫോണുമായിട്ട് വരാൻ ക്ഷണിക്കുന്നു. പറഞ്ഞോളൂ അജേട്ടാ. സ്പീക്കർ മൈക്കിന് അടുത്താണോടാ? അതെ, പറഞ്ഞോളൂ. പ്രിയമുള്ള എന്റെ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട ഞാൻ ചില അവിചാരിതമായ കാരണങ്ങളാൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ നേരിട്ട് സന്നിധനാവാൻ കഴിഞ്ഞില്ല. എങ്കിലും എന്റെ ശബ്ദം കേൾക്കാൻ അക്ഷമയോടെ കാത്തിരിക്കുന്ന അല്ല രവീന്ദ്ര, ഇതെന്താ കഥ? ഒരു പഴഞ്ചൊല്ലുണ്ട്, കണ്ട കാണാത്തവൻ കുണ്ട കാണുമ്പോൾ കണ്ട സ്വർഗലോകം. അതന്നെ. ഈ തയ്യൽ മെഷീൻ വിതരണം ഒരു തുടക്കം മാത്രമാണ്. ഇനി വികലാംഗർക്ക് മുച്ചക്ര സൈക്കിൾ, അതിലും വലിയ വാഹനങ്ങൾ വേണ്ടവർക്ക് അത്, അങ്ങനെ അതെന്താ വലിയ വാഹനങ്ങൾ? ട്രെയിൻ, അതാവുമ്പോ ഒരുപാട് പേർക്ക് ഒരുമിച്ച് തൊഴിലാവല്ലോ. ഉണ്ടാവണമെന്ന് മാത്രം. ഇനിയുള്ള കാലം നിങ്ങളിൽ ഒരുവനായി, എന്തിന് നിങ്ങൾ തന്നെയായി, ഒരു നിറ സാന്നിധ്യമായി ഞാൻ ചെറുമംഗലത്ത് തന്നെ ഉണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും എന്റെ നന്ദി, നമസ്കാരം. എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത്? മനുഷ്യനെ നടുവൊടിഞ്ഞല്ലോ. എന്ത് ചെയ്യാനാ, വണ്ടി നമ്മുടെ ആണെങ്കിൽ കുഴി സർക്കാരിന്റെ അല്ലേ. എന്തൊരു നാടാ ഇത്! ഇതൊക്കെ കാണുമ്പോ വന്ന വഴിക്ക് തിരിച്ചു പോയാലോ ആലോചിക്കും. അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഇപ്പൊ വണ്ടി കുഴിയുന്ന കാരണമെങ്കിൽ സാർ ഇറങ്ങി വന്ന് തള്ളണം. ഞാനോ? അല്ലാതെ പിന്നെ എനിക്കൊറ്റയ്ക്ക് പറ്റിയല്ല. അല്ല, വേറെ ആരെങ്കിലും? പിന്നെ നമ്മുടെ വണ്ടി തള്ളി തരാൻ വേണ്ടി നാട്ടുകാരൊക്കെ നിരന്ന് നിൽക്കല്ലേ. അല്ല, നാട്ടുകാർക്കൊക്കെ സഹായം ചെയ്യുന്ന ആളല്ലേ. ഈ സഹായം ചെയ്തൂടെ സാറേ? ആ പെട്ടി ഒന്ന് എടുക്കാൻ പറ്റുമോ? എന്റെ അമ്മേ, എന്താടി ഇവള് പിന്നെയും വലുതായോ? നീയാണെങ്കി കാണുമ്പോ ചെറുപ്പായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാലേ ഇവളെ കെട്ടിക്കുമ്പോ നിന്നെ ഒരു പ്രാവശ്യം കൂടി കെട്ടിച്ചയക്കേണ്ടി വരുമോ? അനിയത്തിന്ന് പറഞ്ഞ ഒരാളിവിടെ ഉണ്ട് കേട്ടോ. ഓവ് കണ്ടു. നിന്നെ അവിടെ അച്ഛൻ്റെ അടുത്ത് നിർത്തിയാലേ പഠിപ്പിൽ ശ്രദ്ധയില്ലാതായി പോകും തോന്നിയത് കൊണ്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. റിസൾട്ട് വരുമ്പോ ആ ഗുണം കാണിച്ചില്ലെങ്കിൽ നിന്റെ മൂക്ക് ഞാൻ മുറിക്കും. അയ്യോ മോനെ, ദേ പറഞ്ഞതിനേക്കാൾ ഒരു 500 റുപ്യ കൂടുതലുണ്ട്. സന്തോഷായല്ലോ. അതെ, ഇനി മുതൽ ഇങ്ങനെയുള്ള യാത്രകളിലേ വണ്ടി കുഴി ചാടിച്ചിട്ട് യാത്രക്കാരനോട് തള്ളാൻ പറയുന്നതിന് മുമ്പേ അയാൾ എങ്ങനെയുള്ള ആളാണെന്നും കൂടി അറിഞ്ഞിട്ട് വേണം തള്ളാൻ പറയാൻ. മനസ്സിലായോ? മനസ്സിലായി. പോ. അച്ചു, അച്ഛന് വഴി പണി കിട്ടി. വണ്ടി തല്ലാൻ കഷ്ടപ്പെട്ടോണ്ടാ വരാൻ വൈകിയത്. ഓടി കിടന്ന് അതിന് നിന്റെ ചേട്ടൻ വേറെ ജനിക്കണം. ഞാൻ 4 യൂണിയൻകാർക്ക് പൈസ കൊടുത്തങ്ങ് തള്ളിപ്പിച്ചില്ലേ. എന്നാലും നമ്മുടെ നാടുണ്ടല്ലോ, ഖട്ടറും പഞ്ചറും ബ്ലോക്കും റോഡ് പണിയും. മടുത്തുപോയി.